അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മധ്യകേരളത്തിൽ പൊതുവെ സമാധാനപരമായിരുന്നു. വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. കടകൾ തുറക്കുമെന്ന് സംഘടനകൾ അറിയിച്ചെങ്കിലും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കടകൾ അടഞ്ഞുതന്നെ കിടന്നു. എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. വാഹന ഗതാഗതവും ജനജീവിതവും സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. പറവൂരിൽ ഏതാനും KSRTC വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ സമരാനുകൂലികൾ RT ഓഫീസിൽ പ്രതിഷേധിച്ചു. മാവേലിക്കരയിൽ മിൽമ ചെയർമാന്റെ വാഹനവും തടഞ്ഞു. ആലപ്പുഴ നഗരത്തിൽ കടയടക്കാനെത്തിയ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാഹനങ്ങളിൽ സഞ്ചരിച്ച കടകളടപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തു. കോട്ടയം ജില്ലയിലും പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ഉണ്ടായത്. കോട്ടയം KSRTC സ്റ്റാൻഡിലെ ക്യാൻറ്റീനും കടകളും TB റോഡിലെ റിലയൻസ് ജിയോ മാർട്ടും ലുലു മാളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. ഇടുക്കിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നുവെങ്കിലും വാഹന ഗതാഗതത്തെ സാരമായി ഹർത്താൽ ബാധിച്ചില്ല. മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയെയും ഹർത്താൽ ബാധിച്ചില്ല. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. മാളയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ബാങ്കുകളും പ്രതിഷേധക്കാർ അടപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. പലയിടത്തും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി.